ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഉഷ ടീച്ചർ. ജീവിത വിജയത്തിന് അത്യാവശ്യം വേണ്ട ഒന്നാണ് സെൽഫ് കോൺഫിഡൻസ് അഥവാ ആത്മവിശ്വാസം, അവനവനിലുള്ള വിശ്വാസം. ഇത് ജന്മനാ സിദ്ധിക്കുന്ന ഒന്നല്ല, നമ്മൾ സ്വയം ആർജിച്ചെടുക്കേണ്ട ഒന്നാണ്. അതെങ്ങനെ എന്നാണ്, അതായത് എങ്ങനെ നമുക്ക് ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കാം എന്നതിനെ കുറിച്ചുള്ള ചില മാർഗങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിലൊന്നാമത്തേത്, സ്റ്റോപ്പ് ബീറ്റിംഗ് അവർ സെൽഫ് ഡൗൺ. നമ്മൾ തന്നെ നമ്മെ തരം താഴ്ത്തി സംസാരിക്കരുത്. അതായത് എപ്പോഴും നമ്മളെ കുറവുകളെ കുറിച്ച് ചിന്തിക്കരുത്. നമ്മൾ സ്മാർട്ടല്ല, നമ്മൾ ടാലൻറ്റഡ് അല്ല, നമ്മുടെ നിറം കുറവാണ്, നമുക്ക് ബുദ്ധിയില്ല, നമുക്ക് സംസാരശേഷി കുറവാണ്, ഇങ്ങനെയുള്ള കുറവുകളെ കുറിച്ച് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അത് നമ്മുടെ കോൺഫിഡൻസിനെ കുറയ്ക്കും. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം, ആ കുറവുകളുടെ കാരണങ്ങൾ കണ്ടെത്തി അതിനെ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി നിരന്തര പരിശ്രമത്തിലൂടെ ഓവർകം ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ആത്മവിശ്വാസം അഥവാ സെൽഫ് കോൺഫിഡൻസ് കൂടും. രണ്ടാമത്തേത്, സ്പീക്ക് വിത്ത് കൺവിക്ഷൻ. നമ്മൾ സംസാരിക്കുന്ന സബ്ജക്റ്റിനെ കുറിച്ച് നമുക്ക് നല്ല ബോധം ഉണ്ടായിരിക്കണം, അതായത് നല്ല അറിവുണ്ടായിരിക്കണം. കണ്ണിൽ നോക്കി സംസാരിക്കാൻ പഠിക്കണം. ഇപ്പം ഞാനൊരു ടീച്ചറാണ്, ഞാൻ തന്നെ പഠിപ്പിക്കാൻ ഞാനൊരു ക്ലാസ്സിൽ ചെന്നാൽ അത്രയും സമയം പഠിപ്പിക്കത്തക്ക കണ്ടന്റ് എൻ്റെ ഇല്ലെങ്കിൽ ഞാൻ കോൺഫിഡൻ്റ് ആയിരിക്കില്ല. അതേസമയത്ത് അതിനെക്കുറിച്ചുള്ള അറിവ് കുട്ടികൾ ചോദിച്ചാൽ തിരിച്ച് പറയാനുള്ള അറിവ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് കോൺഫിഡൻസ് കൂടും. പിന്നെ എന്തെങ്കിലും വന്നാൽ നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് ഹെൽപ്പ് ചോദിക്കുന്നതിലൊരു കുറവ് വിചാരിക്കരുത്. മൂന്നാമത്തേത്, ഓൾവേസ് വർക്ക് ഓൺ അവർ സെൽഫ്. നമ്മെ തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മുടെ ഡ്രസ് കോഡ്, നമ്മുടെ അപ്പിയറൻസ്, ഇതൊക്കെ കോൺഫിഡൻസ് കൂട്ടുന്ന ഫാക്ടേഴ്സാണ്. പരിഹരിക്കാൻ പറ്റുന്ന കുറവുകളൊക്കെ പരിഹരിച്ചാൽ നമ്മുടെ ലുക്കിൽ മാറ്റം വരും, അത് കോൺഫിഡൻസ് ഉയർത്തും. ഇനി ഞാൻ പറയുമ്പോൾ, നിസ്സാരമെന്ന് നിങ്ങൾക്ക് തോന്നിയാലും ഇഷ്ടമുണ്ടെങ്കിൽ നല്ല പെർഫ്യൂമുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക, നല്ല റിഥമുള്ള പാട്ടുകൾ കേൾക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ കോൺഫിഡൻസ് ഉയർത്തുന്ന കാര്യങ്ങളാണ്. ഒപ്പം എക്സസൈസ് ഒക്കെ ചെയ്ത് ബോഡി ഫിറ്റാക്കാൻ ശ്രമിക്കണം. നാലാമത്തേത്, തെറ്റ് പറ്റും എന്നോർത്ത് പിന്നിലേക്ക് പോകരുത്, പേടിച്ചിരിക്കരുത്. ഇത് പല വലിയ വലിയ കാര്യങ്ങളും അച്ചീവ് ചെയ്യുന്നതിൽ നിന്ന് നിങ്ങളെ പിന്നിലോട്ട് വലിക്കും. അവസരങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക. സെൽഫ് കോൺഫിഡൻസ് ഉള്ളവർ കാൽക്കുലേറ്റ് ചെയ്ത് റിസ്ക് എടുക്കാൻ തയ്യാറാവും. എപ്പോഴായാലും നമ്മൾ പ്രോബ്ലത്തെ ഫേസ് ചെയ്യാൻ മാത്രമേ കോൺഫിഡൻസ് കൂടൂ. പരാജയത്തിൽ ഒളിച്ചോടാൻ ശ്രമിക്കാതെ അവയെ ഡീൽ ചെയ്യാൻ ശ്രമിക്കുക. 5, ട്രൈ ടു മേക്ക് ഗുഡ് ഫ്രണ്ട് സർക്കിൾ. നല്ല കൂട്ടുകാരെ കണ്ടെത്താൻ ശ്രമിക്കുക. അതായത് എൻകറേജിങ് ആയിട്ടുള്ള കൂട്ടുകാരായിരിക്കണം. എൻകറേജിങ് ആയിട്ടുള്ള കൂട്ടുകാരാണെങ്കിൽ അവർ നമുക്ക് പോസിറ്റീവ് സപ്പോർട്ടായിരിക്കും തരുന്നത്. അത് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഉയർത്തും. അതല്ല, ഡിസ്കറേജിങ് ആയിട്ടുള്ള കൂട്ടുകാരാണെങ്കിൽ അവർ നെഗറ്റീവ് സപ്പോർട്ടായിരിക്കും തരുന്നത്. അത് നമ്മളെ കോൺഫിഡൻസ് കുറയ്ക്കും. കൂട്ടുകാരുടെ വിജയത്തിൽ നമ്മളും സന്തോഷിക്കുക. കാരണം അവരുടെ വിജയം നമ്മളെ പരാജയത്തിന് കാരണമാവും എന്ന് ചിന്തിക്കരുത്. പിന്നെ ഒരു കാര്യം, ബന്ധങ്ങളുടെ കാര്യത്തിൽ ആരെ എവിടെ നിർത്തണം എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. കോൺഫിഡൻസ് ഉള്ളവരുടെ ഒരു പ്രധാന ലക്ഷണമാണ് നോ പറയേണ്ടടുത്ത് നോ പറയുക എന്നത്. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്കും സെൽഫ് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാനാകും. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.